ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആനിമേഷനാണ്. അത് സ്മൂത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആ ഒരു എഫക്റ്റ് നമുക്ക് എടുക്കാം. ഞാൻ നിലവിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്ത് ടൈപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് സ്മൂത്തി എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് താഴേക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ CC മിസ്റ്റർ സ്മൂത്തി എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് എടുത്തിട്ട് ഇതിൽ കൊണ്ടിടാം. അപ്പോൾ ഇതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ ജസ്റ്റ് ഇപ്പോൾ സ്മൂത്ത്നെസ് എന്ന് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലേക്ക് ഇതിനെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആനിമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫേസ് ഉണ്ടല്ലോ, ആ ഫേസ് വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അത് എന്തിനാണെന്ന് കൂടി പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റൊട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യം, അപ്പോൾ ട്വിസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫേസ് ചേഞ്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഫേസിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റാർട്ടിങ്ങിൽ. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് അത് കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു ഏകദേശം ഒരു 90 ഡിഗ്രിയിൽ ഏകദേശം ഒരു 90 ഡിഗ്രിയിൽ കൊടുക്കുകയാണ്. ഓക്കെ, 90 ഡിഗ്രി കൊടുത്തു. പ്ലസ് ഞാൻ ഇതിൻ്റെ റൊട്ടേഷൻ്റെ എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടക്കത്തിലുള്ള 0 റൊട്ടേഷൻ്റെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. അത് ഞാനൊരു 10 കൊടുക്കുകയാണ്. ഓക്കെ, ഒരു 10 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുകയാണ്. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു എഫക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി കളറ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുത്തു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇനി ഇതിന് കളർ എങ്ങനെ, ഇതിൻ്റെ ഈ ഒരു ഇപ്പം വൈറ്റും ബ്ലാക്കും അല്ല വരുന്നത്, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലാണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഇവിടെ എഫക്ട്സിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഫിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഫില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫില്ല് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഫില്ലൊന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആ ഫില്ല് ജസ്റ്റ് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ റെഡ് മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. ഞാൻ നിലവിൽ ഈ ഒരു കളർ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറച്ചുകൂടി ആ ഒരു നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന എന്താണ് വൈറ്റും ബ്ലാക്കും ആയിരുന്നു. എന്നാൽ അത് ചേഞ്ച് ആയിട്ട് ഇപ്പം ഇതിൻ്റെ ഗ്രീൻ കളറും അതുപോലെ ബ്ലാക്ക് കളറും ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ നിലവിൽ പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വേറൊരു എഫക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ ഗ്ലോ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോ കൊടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഈ കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കളറിനെ ജസ്റ്റ് ആനിമേറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, കളറിന് ഒരു ആനിമേഷൻ, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ഇവിടേക്ക് കൊണ്ടുവച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, ഏകദേശം ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിന് കളറൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ഏകദേശം ഒരു ബ്ലൂ കളറിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇങ്ങനെ പ്ലേ ആയിട്ട് ഇത് ആ ഒരു സ്ലോലി അത് ബ്ലൂയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഗ്രീൻ കളറിൽ നിന്ന് സ്ലോലി അത് ബ്ലൂ കളറിലേക്ക് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഇപ്പം നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ആനിമേഷൻസ് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത് ഒരേ രൂപത്തിലുള്ള ടെക്സ്റ്റുകൾ ഇങ്ങനെ ആനിമേറ്റ് ചെയ്ത് എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതും കൂടി പറഞ്ഞുതരാം. നമ്മൾ ടെക്സ്റ്റിനെ എങ്ങനെ ആനിമേറ്റ് ചെയ്യാം എന്നുള്ളതല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. പകരം ഇങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ ഇതിൽ കിടക്കുന്നുണ്ട്. ആ എഫക്റ്റുകളെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ടെക്സ്റ്റിൻ്റെ ആനിമേഷൻ തന്നെ നമ്മൾ ഒരുപാട് ചെയ്യുന്നത്. കാരണം ഈ എഫക്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത്രയും എഫക്ട്സുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ നമ്മൾ ഈ ഒരു പ്രീ പ്രൊജക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്ര കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു പ്രൊജക്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ.